ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയല്ലേ കാര്യങ്ങൾ? ഓണമൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു എല്ലാവരുടെയും. ഓഫീസ് ഓണം വ്ളോഗുമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. കുറച്ച് ലേറ്റായി എന്നറിയാം, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പം നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുങ്ങി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഓഫീസിൻ്റെ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാവാടയും പട്ടുപാവാടയും ബ്ലൗസുമാണ് ഇടുന്നത്. ഓൾറെഡി ഉള്ളതാണ്, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്തത് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഇട്ട് സെറ്റായി ഒരുങ്ങി അങ്ങനെ നേരത്തെ ഒരു 9 ഒക്കെ ആയപ്പോൾ 9 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലെത്തി. കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ച് ഇടുന്നുണ്ടായിരുന്നല്ലോ, സെറ്റ് പൂവിടാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 3rd ഫ്ലോറിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ 3rd ഫ്ലോറിൽ ഇരുന്നിട്ടാണ് കുറച്ച് പേര് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ പൂക്കളം ഇടുന്നത് 2nd ഫ്ലോറിലാണ്. കാരണം ഫസ്റ്റ് ഫ്ലോറിലുള്ളവരും ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവരും ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ പൂവും തമ്മിൽ മത്സരമുണ്ട്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ തമ്മിലാണ് മത്സരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ കേരളത്തിലും അതുപോലെ ഇന്ത്യയിൽ വേറെ സ്ഥലങ്ങളിലും ഫോറിനിൽ ഗൾഫിലാണെങ്കിലും UK-യിലാണെങ്കിലും അവിടെയൊക്കെ ബ്രാഞ്ചുള്ള ഒരു ഓഫീസാണ്, ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ബ്രാഞ്ചുകൾ തമ്മിലാണ് പൂക്കള മത്സരം കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ ടീമും നമ്മളും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 2nd ഫ്ലോറിൽ പൂട്ടത്. അങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് കുറേ ലേറ്റായി, വിശന്നു. 2 മണിയൊക്കെ കഴിഞ്ഞ് പൂക്കളം ഇട്ട് കഴിയാൻ. കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു നമ്മുടെ പൂക്കളം, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. അത് കഴിഞ്ഞ് വിശന്നു പണ്ടാരടങ്ങി. അങ്ങനെയാണ് പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പെട്ടെന്ന് ഓടിപ്പോയി ഇരുന്നു. സദ്യയാണ്, തറയിലിരുന്നിട്ടാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് 2nd ട്രിപ്പിനുള്ള എൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ട് ഒന്നും കൂടി പൂക്കളം കാണാൻ വേണ്ടി പോയി, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് താഴെ ചെണ്ടമേളവും അതുപോലെ മാവേലി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് ചെണ്ടമേളം വന്നിട്ട് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും താഴോട്ടേക്ക് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ ചെണ്ടമേളവും അതൊക്കെ കേട്ടുകൊണ്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞു പ്രോഗ്രാമിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെണ്ടമേളത്തിന് ഒന്നിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടും അങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്തൊരു ഭയങ്കര ഒരു സെലിബ്രേഷൻ മോഡായി എന്ന് പറയുന്നത് അപ്പോഴാണ്. അതുവരെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആയിരുന്നു. ഞങ്ങളോട് എല്ലാവരോടും ചെണ്ടമേളത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് മടിച്ച് നിൽക്കുമായിരുന്നു. കാരണം റോഡ് സൈഡ് തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം മാറി എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈവനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഈവനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു.
ഞാൻ പൂക്കളാണ് അവനെ കുറിച്ച് അഭിപ്രായങ്ങളാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലോസ്കി ഓൺലൈൻ സെലിബ്രേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.